ചേലക്കരയിൽ ചേയിലോട് യുവ പ്രദീപ്. ചേലക്കര നിലനിർത്തി എൽ ഡി എഫ് വിജയം 12,201 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. LDF കുതിപ്പ് മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ആധിപത്യം നിലനിർത്തി. ചിത്രത്തിലില്ലാതെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. ഞങ്ങൾ നടത്തിയ സത്യസന്ധമായ പ്രവർത്തനമാണ് ജനം ഇപ്പോൾ മറുപടി വന്നിട്ടുള്ളത്. വലിയ തോതിലുള്ള നുണപ്രചരണങ്ങളാണ് അഴിച്ചുവിട്ടത്. ഒന്നും സ്വപ്നത്തെ പോലും ചിന്തിക്കാത്ത പോലുള്ള നുണകളും അതുപോലെ തന്നെ വർഗീയപരമായുള്ള ചെയ്തിരിവും വരെ ജനങ്ങളിൽ കുത്തിവയ്ക്കാനുള്ള ഇടപെടൽ നടത്തിയത്. അതെല്ലാം ജനം തള്ളിക്കളഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ പ്രതിനിധികൾ ജയിച്ചു വന്നപ്പോൾ നടത്തിയ പ്രവർത്തനം, സ്ഥാനാർത്ഥികളായി വരുമ്പോൾ പറയുന്ന വാക്കുകൾ, ഇതെല്ലാം ജനങ്ങൾക്ക് 100% വിശ്വാസമാണ് തെളിയിക്കുന്നത്. മറുപടിയാണെന്ന് ജനം കണ്ടത്. യുവ പ്രദീപിന്റെ വിജയം LDFനെ സംബന്ധിച്ചിടത്തോളം ജീവശ്വാസം പകർന്ന വിജയം കൂടിയാണ്. അതിനുള്ള പ്രധാന കാരണം രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷം ഇതാദ്യമായാണ് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിക്കുന്നത്. 1996 മുതൽ ഇടതുപക്ഷത്തെ മാത്രം വിജയിപ്പിച്ച പാരമ്പര്യമുള്ള ചേലക്കര നിയോജകമണ്ഡലം ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. ആദ്യം വോട്ടെണ്ണി തുടങ്ങിയ വരവൂർ പഞ്ചായത്ത് മുതൽ മുഴുവൻ പഞ്ചായത്തുകളിലും UR പ്രദീപ് മേധാവിത്വം തുടർന്നപ്പോൾ ചേലക്കര സമ്മാനിച്ചത് LDFന് 12,201 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. ആകെ പോൾ ചെയ്ത 1,56,426 വോട്ടിൽ UR പ്രദീപിന് 64,259 വോട്ട് ലഭിച്ചപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് ലഭിച്ചത് 52,137 വോട്ടാണ്. BJP സ്ഥാനാർത്ഥി K ബാലകൃഷ്ണന് 33,354 വോട്ടും ലഭിച്ചു. UDF പ്രതീക്ഷ വെച്ചിരുന്ന കൊണ്ടാടി, പഴയന്നൂർ, തിരുവില്ലാമല പഞ്ചായത്തുകളിൽ ഒന്നും തന്നെ രമ്യ ഹരിദാസ് ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല. ഇടതുകോട്ടയെന്നറിയപ്പെട്ടിരുന്ന ചേലക്കരയിൽ ഇത്തവണ സർവ്വസന്നാഹവുമായിരുന്നു UDF പ്രചരണം. KPCC പ്രസിഡന്റ് മുതൽ പ്രതിപക്ഷ നേതാവ് വരെ നിറഞ്ഞു നിന്നിരുന്ന UDF പ്രചരണങ്ങൾക്കൊന്നും UR പ്രദീപ് എന്ന നേതാവിന്റെ വ്യക്തിപ്രഭാവം മറികടക്കാനായില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം. തൃശൂർ ജില്ലയിൽ ഉൾപ്പെടുന്ന ചേലക്കരയിൽ തൃശൂർ പൂരം വിവാദവും കരുവന്നൂർ അഴിമതിയും തുടങ്ങി നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നെങ്കിലും അതൊന്നും ചേലക്കരയിൽ ഏശിയില്ലെന്നു വേണം കരുതാൻ. 2021 മണ്ഡലത്തിൽ K രാധാകൃഷ്ണന് ലഭിച്ച 39,400 എന്ന വലിയ ഭൂരിപക്ഷത്തിൽ നിന്ന് LDF പിറകിലേക്ക് പോയെങ്കിലും 2016 UR പ്രദീപ് മണ്ഡലത്തിൽ ആദ്യമായി മത്സരിച്ചപ്പോൾ ലഭിച്ച ഭൂരിപക്ഷത്തെക്കാൾ ഇത്തവണ അത് 2000-ലധികമായി വർദ്ധിച്ചിട്ടുണ്ട്. വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പിൽ LDFനെ സംബന്ധിച്ച് ചേലക്കരയിലെ വിജയം ചെങ്കടിയുടെ ശോഭ ഉയർത്തുന്നത് തന്നെയാണെന്ന് പറയേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.